നമസ്കാരം. ഈ നിയമം നടപ്പിലാക്കുന്ന ആൾക്കാർക്കും പലപ്പോഴും കണ്ണിലെന്ന് ആലോചിച്ച് പോകാറുണ്ട്. ചിലരുടെ വിഷമങ്ങളും ചിലരുടെ കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾ ആലോചിച്ച് പോകാറുണ്ട്. ഇപ്പം നിൽക്കുന്നത് വർക്കല പാലച്ചിറ കാറാത്തടം സ്ഥലത്താണ്. ഇവിടെ ഒരു അമ്മയും മകളും താമസിക്കുന്ന വീടിൻ്റെ ശോചനീയാവസ്ഥ നിങ്ങൾക്ക് കാണാം. ഈ വീട്ടിലവർക്ക് താമസിക്കാൻ കഴിയില്ല. എപ്പോൾ കൊണ്ട് ഇഞ്ഞ് താഴേക്ക് വീട് അത്രയും ശോചനീയാവസ്ഥയിലുള്ളൊരു വീട്ടിലാണ് അവർ താമസിക്കുന്നത്. പക്ഷേ അതുമല്ല കാര്യം, ഈ വീട് ഇപ്പോൾ ജപ്തി ചെയ്തിരിക്കുന്നു. അതായത് ഈ വസന്താമ്മ എന്ന് പറയുന്ന അമ്മയുടെ ഭർത്താവിന് ഈ അറ്റാക്കും കിഡ്നി പ്രശ്നമൊക്കെ വന്നപ്പോഴത്തേക്ക് ചികിത്സാർത്ഥം അവർ കുറച്ച് കാശ് ചെറുനീർ സർവീസ് എന്ന ബാങ്കിൽ നിന്നും എടുത്തിരുന്നു. അത് തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് വീട് ഇപ്പോൾ ജപ്തി ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇവരെ ഇറക്കി വിട്ടാൽ ഒരുപക്ഷെ രണ്ട് ആത്മഹത്യകൾക്ക് അവർ മറുപടി പറയേണ്ടി വരുമെന്നായിരിക്കാം. ഇതുവരെ ഇറക്കി വിട്ടിട്ടില്ല. അങ്ങനെ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഞങ്ങൾ എത്തിയത് ഇവിടെ. വസന്താമ്മേനെ പറയട്ടെ, എന്താ അമ്മ ഹസ്ബൻഡിൻ്റെ അസുഖം? എൻ്റെ ഭർത്താവിൻ്റെ അസുഖത്തിന് വേണ്ടി കിഡ്നിക്ക് തകരാറ്, ഹാർട്ടിന് കംപ്ലൈൻറ്റ്, മാനസിക പ്രശ്നം, ഷുഗർ, പ്രഷർ, ഇങ്ങനെയുള്ള വേണ്ടാത്ത അസുഖങ്ങൾ അത്രയും ഉണ്ടായിരുന്നു. അതിനെല്ലാം ഞങ്ങൾ കൊണ്ടുപോയി എത്തിച്ച് അങ്ങനെയാണ് 1 ലക്ഷം രൂപ പോയി സൊസൈറ്റി പോയി. 1 ലക്ഷം രൂപ പോയി ഞാൻ എടുത്ത്. പക്ഷേ പിന്നെ ഭർത്താവ് 6 മാസം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. മരിച്ചതിന് ശേഷം പിന്നെ എന്നെ കൊണ്ട് ഒരു കളിയും ഇല്ല. എനിക്ക് 5 പെമ്മക്കളാണ്. 4 പേര് 4 സ്ഥലത്ത്. ഈ ഒരു കൊച്ചും ഞാൻ മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഞങ്ങളെ ഇറക്കി കിട്ടാൻ ഞങ്ങൾ എവിടെ പോകുന്നു, എന്തേലും ചെയ്യുന്നു. എൻ്റെ മക്കളെ ആരെ കൊണ്ട് എന്നെ സഹായിക്കാൻ കഴിയില്ല. അവരന്നോടെ ഇറങ്ങിപ്പോയി കൂലി കഴിക്കുന്നവരാണ്. വേറെ ഈ വാർത്ത കേട്ടി എല്ലാവരും എന്നെ എൻ്റെ കൊച്ചിനെ രക്ഷിക്കണമേ എന്ന് ഞാൻ താഴ്മയായിട്ട്. എനിക്ക് ചോദിക്കാനുള്ളത് വെച്ചാൽ ഈ 1 ലക്ഷം രൂപ ഇപ്പം എത്ര ബാങ്ക് പറയുന്ന കണക്ക്? ഇപ്പം 6 ലക്ഷത്തിന് പുറത്തായി. അടയ്ക്കാത്തതുണ്ടോ? എത്ര വർഷമായി? ഇപ്പം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു 75,000 രൂപയാണ് എടുത്തത്. അപ്പം അത് അടച്ച് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ 1 ലക്ഷം രൂപ എടുത്ത്. അപ്പം ഞാൻ അവിടെ സഹകരണ സംഘത്തിൽ ജോലി ചെയ്തായിരുന്നു. അപ്പോൾ ആ ചിട്ടി പിടിച്ചാണ് ഈ ലോൺ അടച്ച് ക്ലോസ് ചെയ്തത്. എന്നിട്ടാണ് വീണ്ടും 1 ലക്ഷം രൂപ എടുത്തത്. അപ്പം അന്ന് ഈ പിന്നെ ഈ മാസം തോറും തന്നെ പിന്നെ ഒരു 10,000-6,000 പുറത്ത് വേണ്ടി അച്ഛൻ്റെ ചികിത്സയ്ക്ക് മരുന്നിനെല്ലാം വേണ്ടി. അപ്പോൾ അതുകൊണ്ട് നമുക്കത് അടയ്ക്കാൻ പറ്റില്ല. വീട്ടിലെ ചിലവും കാര്യങ്ങളും എല്ലാം അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് അത് ഞാൻ M.Com ഒക്കെ കഴിഞ്ഞതാണ്. വേറെ ജോലി എല്ലായിടത്തും താൽക്കാലികമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്തും ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇപ്പം അത് അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പം പലിശ എല്ലാം കയറി 6 ലക്ഷത്തിന് പുറത്തായി. അപ്പം മെയ് 13 ആയിരുന്നു ഫസ്റ്റ് ലേലം വിളിച്ചത്. അന്ന് ഇവിടെ ബാങ്കിലെ എഞ്ചിനീയർ വന്ന് 12 ലക്ഷത്തിന് 30,000 മുകളിലാണ് 30,000 നമ്മൾ ഈ വസ്തുവിന് വില ഇട്ടിട്ട് പോയത്. അപ്പോഴേ അന്ന് ലേലം വെച്ചപ്പോൾ അന്ന് ആ ലേലത്തിൽ പിടിക്കാൻ ആരില്ലാത്തതുകൊണ്ട് ആ ലേലം അന്ന് നടന്നില്ല. അപ്പം ആ ലേലം മാറ്റി 17-ാം തീയതി അന്ന് വീണ്ടും ലേലത്തിൽ പിടിച്ച്. അപ്പം ലേലം വെച്ചെന്ന് വെച്ചാൽ അന്ന് ബാങ്കിന് കിട്ടാനുള്ള 6 ലക്ഷം രൂപയ്ക്കാണ് വെച്ചത്. പക്ഷേ ആ 6 ലക്ഷം രൂപയ്ക്ക് വന്ന് പിടിക്കാൻ ആളില്ലാത്തതുകൊണ്ട് അന്ന് ലേലം നടന്നില്ല. മെയ് 17-ാം തീയതി കഴിഞ്ഞ് 19-ാം തീയതി നയപ്പം ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നിട്ട് പറഞ്ഞ് ഈ ബാങ്കിന് വേണ്ടി സെക്രട്ടറി 9 ലക്ഷം രൂപയ്ക്ക് ഇത് പിടിച്ചിരിക്കുകയാണ്. 1 മാസത്തിനകത്ത് വെച്ച് ഈ 9 ലക്ഷം രൂപ അടച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതവർ വേറെ എന്തോണെന്തോ വിൽക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ ബാങ്കിനത് വിൽക്കാനുള്ള ഇത് നടപടി എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പം 1 മാസം കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇനി എന്താണ് അവസ്ഥയെന്ന് നമുക്ക് അറിഞ്ഞു. ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്ന മരണം മാത്രമേ മുന്നിലുള്ളൂ. ദയവായി ഇത് കാണുന്ന പ്രേക്ഷകർ നിങ്ങളെ സഹായിക്കാനുള്ള മനസ്സുണ്ടാകണം എന്ന് താഴ്മയായിട്ട് പറയുന്നു. ഈ 1 ലക്ഷം രൂപ എത്രയും കാശായത്? 1 ലക്ഷം രൂപ അതും പിന്നെ ചിട്ടിയുടെ ഇതുമുണ്ട്, ചിട്ടി പൈസയുണ്ട്, ഇതുമുണ്ട്. അങ്ങനെ രണ്ടും കൂടെയാണ്. 2012-ലാണ് ഇത് എടുത്തത്. 2009 എടുത്ത് അത് പുതുക്കി വെച്ച് 2012 എടുത്ത്. ഇപ്പം അവർ പലിശയൊക്കെ കൂടുതലല്ലേ. ഒന്നും അടയ്ക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് 2 കല്യാണം, ചേച്ചിയുടെ അനിയത്തിൻ്റെയൊക്കെ കല്യാണം കഴിഞ്ഞ് അതുകൊണ്ട് ഒന്നും അടയ്ക്കാൻ നമ്മളെ കൊണ്ട് നിവർത്തിയില്ലായിരുന്നു. പിന്നെ വീട്ടിലെ സാഹചര്യം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് അടയ്ക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പോകാൻ സ്ഥലമൊന്നുമില്ല. ഒരു സ്ഥലമില്ലേ പൊന്നു മോനെ. കടയിൽ തന്നെ ഈ കുട്ടിയെ കൊണ്ട് എനിക്ക് പോയി കിടക്കാനും പോകും. പിന്നെ നമ്മൾ മരിക്കണത് തന്നെ അല്ലാതൊന്നുമില്ല. സാധാരണ ഈ സഹകരണ ബാങ്ക് എന്നൊക്കെ പറയുന്നത് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി രൂപീകൃതമായ സൊസൈറ്റികളാണ് സഹകരണ ബാങ്കുകളൊക്കെ. പക്ഷേ അവിടെ ഇങ്ങനെ ഒരു അമ്മയുടെയും മകളുടെയും ദുഃഖം കണ്ടിട്ട് അവരെ തെരുവിലേക്ക് ഇറക്കി വിടാനുള്ള നടപടി എന്ന് പറഞ്ഞാൽ പിന്നെ ഈ സഹകരണ ബാങ്ക് കൊണ്ട് എന്താണ് കാര്യം? ആർക്കാണ് പ്രയോജനം? പ്രയോജനമൊക്കെ ഉണ്ട്, ഒരുപാട് പേർക്ക് പ്രയോജനമുണ്ട്. സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവിടുത്തെ സെക്രട്ടറി ആയാലും പ്രസിഡൻ്റ് ആയാലും അല്ലെങ്കിൽ അവിടുത്തെ മെമ്പേഴ്സ് ആയാലും പിന്നെ അത്യാവശ്യം കാശുകാർക്കൊക്കെ സഹകരണ ബാങ്ക് കൊണ്ട് പ്രയോജനമുണ്ട്. നമ്മളെപ്പോലെ സാധാരണക്കാർക്കൊന്നും ഒരു പ്രയോജനം ലഭിച്ചു കഴിഞ്ഞാൽ ഇതുവരെ അല്ലെങ്കിൽ അവർ ഭരിക്കുന്ന ഈ ബാങ്ക് ആരാണോ ഭരിക്കുന്നത് ആ പാർട്ടിയുടെ
സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ആയിരിക്കണം, എങ്കിൽ അവർക്ക് ആനുകൂല്യം കിട്ടും. അല്ലാതെ സാധാരണ ജനങ്ങളെ ഇതേപോലെ ജപ്തി ഭീഷണിയുമായി നേരിടുക എന്ന ആ ഒരു ഇത് സംഭവം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അല്ലാതെ സാധാരണക്കാർക്ക് എന്ത് പ്രയോജനം ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈ ബാങ്കുകളോടുള്ള പ്രയോജനം കുറേ കള്ളപ്പണക്കാർക്ക് കാശ് വെളുപ്പിക്കാനുള്ള ഒരു മാർഗ്ഗം മാത്രമാണ് ഇപ്പോൾ സാധാരണ അങ്ങനെ മാറിയിരിക്കുകയാണ്. എല്ലാ ബാങ്കുകളും കുറ്റപ്പെടുന്നില്ല, ചില ബാങ്കുകളൊക്കെ. അമ്മ ഇപ്പോൾ എന്ത് ചെയ്യും അമ്മ? തൊഴിലുറപ്പിന് പോകും. ഇപ്പം നമുക്ക് ഇനി അടിച്ച് വന്നാലേ ഉള്ളൂ. തിങ്കളാഴ്ച വരെ ഉണ്ടായിരുന്നു. ഇനി എന്നാണ് അടിച്ച് വരേണ്ടതെന്ന് അതിനാണ് പോണത്. ഇപ്പോൾ വരുമാനം എന്താണ്? എന്തെങ്കിലും അമ്മയുടെ വരുമാനം മാത്രമേ ഉള്ളൂ. പിന്നെ അവർ കടയിൽ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് അവിടെ നിന്ന് ഇങ്ങനെ ബാങ്കിൽ നിന്ന് ഇങ്ങനെ വിളിച്ചപ്പോൾ പിന്നെ അവിടെ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഇറങ്ങി. പിന്നെ വേറെ ജോലി നോക്കുന്നേ ഉള്ളൂ, ഇതുവരെ വേറെ ഒന്നും ആയിട്ടില്ല. എംകോം കഴിഞ്ഞ ഒരു ചേച്ചിയാണ്. അവർക്ക് പോലും എംകോം കഴിഞ്ഞ ചേച്ചിക്ക് പോലും ജോലി കിട്ടാത്തൊരവസ്ഥ. പിന്നെ ഈ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ കൊണ്ട് ജോലി അന്വേഷിച്ച് പോകാൻ തോന്നുന്നില്ലല്ലോ. ഇല്ല, അപ്പം ഞാൻ ഇവിടെ സ്ഥലത്ത് ജോലി കൊണ്ട സമയത്താണ് ബാങ്കിൽ നിന്ന് ഇങ്ങനെ വിളിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് അവിടെ ഒരു നിൽക്കാനുള്ള ഒരു മാനസിക ശേഷി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയാണ് ചെയ്തത്. ഏതായാലും ഈ ഒരു വളരെ സങ്കടകരമായ നമ്മുടെയൊക്കെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന ആ ഒരു കാഴ്ചയും ആ ഒരു സംഭവങ്ങളുമൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ പ്രേക്ഷകരുമായി പങ്കെടുക്കുകയാണ്. ചേച്ചിക്ക് അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറൊക്കെ ഉണ്ടോ? ഇതിൻ്റെ പേര് മായ അല്ലേ? മായ. അപ്പോൾ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും ഗൂഗിൾ പേ നമ്പറും നിങ്ങളുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്ന കുഴപ്പമുണ്ടോ? ഇല്ല. മുൻകൂറായ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഒരുപാട് ഞരമ്പ് രോഗികളുണ്ട്, ഒരു നമ്പർ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്, വിളികളൊക്കെ വരും. അതൊക്കെ അവോയ്ഡ് ചെയ്യുക, അപ്പോഴേ ബ്ലോക്ക് ചെയ്യുക. എന്തായാലും ഞാൻ അവരുടെ നിസ്സഹായാവസ്ഥയൊക്കെ ഞാൻ പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. നമ്മുടെ ഒരുപാട് ആൾക്കാരുടെ കണ്ണീരൊപ്പിയ നമ്മുടെ പ്രേക്ഷകരാണ്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. കാണുന്ന ഓരോരുത്തരും പിന്നെ 1 രൂപ വെച്ചെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ കുറച്ച് കാലമെങ്കിലും അവർക്ക് ആഹാരം കഴിച്ച് ജീവിക്കാൻ പറ്റും. ഇപ്പോൾ ഈ അമ്മ തൊഴിലുറപ്പ് പോകുന്ന കൊണ്ടുള്ള കാശ് കൊണ്ടാണ് അവർ ജീവിച്ചു പോകുന്നത്. പെൻഷനും അല്ലേ? ഞാൻ കണ്ടു സാരിയൊക്കെ വെച്ച് മറച്ചിട്ടൊക്കെ അല്ലേ? ഒരു ആൺതുണയില്ലാത്ത വീടാണ്. അമ്മയും മക്കളും മാത്രമേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുക, കനിവ് കാട്ടുക. ഇസ്മായിൽ സൺഡേ ക്യാമറമാൻ അനീഷിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.